Good afternoon, all. Good afternoon. Good afternoon. Okay, class start ചെയ്യുന്നതാണ്. Then എല്ലാവരും മ്യൂട്ട് ചെയ്യണം. നമ്മൾ മ്യൂട്ട് കൊടുക്കണം. Then നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ലാസ്റ്റ് 10 minutes നമുക്ക് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അല്ലെ. ഓൾമോസ്റ്റ് ആ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടി കുറച്ച് പോർഷൻസ് കൂടി നമ്മൾ എടുക്കാനുള്ളൂ അല്ലെ. നമ്മള് ലാസ്റ്റ് വൺ പറഞ്ഞു നിർത്തിയത് എനിക്ക് തോന്നുന്നു. ഓക്കെ, നമ്മൾ ആ ഒരു കെയർ ഓഫ് വാല്യൂബിൾ ആൻഡ് ക്ലോത്തിങ് പറഞ്ഞായിരുന്നില്ലേ ലാസ്റ്റ് വരെയിൽ നമ്മൾ നിർത്തിയത്. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമന്റിടെ അല്ലെങ്കിൽ കമന്റ്സിടെ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, സ്പീഡ് കൂടുകയോ ക്ലാരിറ്റി കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ. ഇനി ഒരു ലാസ്റ്റ് ഒരു സെക്ഷൻ ആണ് ഒരു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലെ. ലാസ്റ്റ് സെക്ഷൻ ആയ അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ഇത് എടുക്കുന്നത്. ഓക്കെ, അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന പേഷ്യൻസ് ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് അല്ലെ. സോ എങ്ങനെയാണ് അവിടെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിഷൻ നടക്കുന്നത്, അതിന്റെ ഒരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളാണ് ഓരോ സ്റ്റെപ്പ് ഓരോ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എളുപ്പമാണ്. നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു പോയാൽ എളുപ്പമാണ്. ഓക്കെ, നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് വായിക്കാം. ഫസ്റ്റ് പോയിന്റ്, when they get in confirmation that a patient has arrived with an emergency to the hospital campus, the first thing they do is give a call to ward boys and the patient attendants to shift the patient from ambulance to structure. In the first point പറയുന്നത് when they get confirmation, നമുക്ക് ഒരു പേഷ്യന്റ് അറൈവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പേഷ്യൻസിനെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് വരികയാണ് എന്നൊരു കൺഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഡു ഗിവ് എ കോൾ ടു വാർഡ് ബോയ്സ്. വാർഡ് ബോയ്സിനെ കോൾ ചെയ്യുക, വിളിക്കുക. വാർഡ് ബോയ്സ് മീൻസ് അറ്റൻഡറും അങ്ങനെ തുടങ്ങിയവരൊക്കെയുള്ള വാർഡ് ബോയ്സ് ഉദ്ദേശിക്കുക. ഈ വാർഡ് ബോയ്സിനെ വിളിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? ഷിഫ്റ്റ് ദ പേഷ്യന്റ് ഫ്രം ആംബുലൻസ്. ഇപ്പൊ പേഷ്യൻസിനെ ആംബുലൻസിലാണ് കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യുക? സ്ട്രക്ചർ ടു ആംബുലൻസ് ടു സ്ട്രക്ചർ. ആംബുലൻസിൽ നിന്നും ആ സ്ട്രക്ചറിപ്പാട് പേഷ്യൻസിനെ എടുത്ത് അകത്തേക്ക് ഹോസ്പിറ്റലിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഒരു പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു എന്ന് കൺഫർമേഷൻ ലഭിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യാം? വാർഡ് ബോയ്സിനെ വിളിക്കാം. ദെൻ ആംബുലൻസിൽ നിന്നും സ്ട്രക്ചറിലാണെങ്കിൽ അതിലേക്ക് പ്രവേശിപ്പിക്കുക. സ്ട്രക്ചർ ആംബുലൻസിൽ നിന്നും പേഷ്യന്റിനെ സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ്, give a call to medical officer. സെക്കൻഡ് എന്താ ചെയ്യേണ്ടത്? മെഡിക്കൽ ഓഫീസറെ കോൾ ചെയ്യാം, മെഡിക്കൽ ഓഫീസറിനെ വിളിക്കുക. ദെൻ മൂന്നാമത്തെ പോയിന്റ്, after the medical officer examines the patient, they ask him as to where they have to patient shift a patient. ഇനി അപ്പോ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? മെഡിക്കൽ ഓഫീസറെ വിളിച്ചു. ദെൻ മെഡിക്കൽ ഓഫീസർ വന്ന് എന്ത് ചെയ്യുക? പേഷ്യന്റിനെ ഒന്ന് എക്സാമിൻ ചെയ്യുക. എക്സാമിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. പേഷ്യൻസിനെ പരിശോധിച്ചതിന് ശേഷം they ask him as to where they have to shift a patient. അതായത് എന്താണ്? പരിശോധിച്ചതിന് ശേഷം രോഗിയെ പേഷ്യന്റിനെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് ഈ മെഡിക്കൽ ഓഫീസറാണ് പറയുന്നത്. ഇപ്പോ ഒരു ആക്സിഡന്റ് കേസസ് ഒക്കെ വന്നു, ആളെ അപ്പൊ തന്നെ ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എങ്കിൽ ഈ ഒരു മെഡിക്കൽ ഓഫീസറാണ് ആ ഒരു പേഷ്യന്റിനെ എക്സാമിൻ ചെയ്തതിനു ശേഷം ആളെ നമുക്ക് ഐസിയുലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കോ ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറയുന്നത് മെഡിക്കൽ ഓഫീസർ ആയിരിക്കും. ദെൻ മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ആഫ്റ്റർ ദ നാലാമത്തെ പോയിന്റ്, generally they shift the patient to the ICU and after patient becomes stable,
only then shift the patient to concerned ward. നമ്മൾ പറഞ്ഞു ഇപ്പോ മേ ബി പേഷ്യന്റിന് നമ്മള് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നു, കാഷ്വാലിറ്റിയിൽ വന്നു, ആളെ നമ്മള് ICUയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത് എങ്കിൽ ICUയിൽ നമുക്കറിയാം ഒരു പേഷ്യൻസ് കിടക്കുമ്പോൾ ചില പേഷ്യൻസ് ഒരു 1 day കൊണ്ട് ചിലപ്പോൾ റിക്കവറി ആകും, ചില പേഷ്യൻസ് 2 day ആയിരിക്കും, അല്ലെങ്കിൽ 3 day ആയിരിക്കും. പക്ഷെ ആളൊന്ന് സ്റ്റേബിൾ ആയാൽ മാത്രമാണ് ICUയിൽ നിന്നും മറ്റു വാർഡിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കോ പേഷ്യന്റിനെ നമ്മള് വേറൊരു ഷിഫ്റ്റ് ചെയ്യുന്നത്, അല്ലേ? ആണോ? നമ്മള് കോമൺ നിങ്ങൾ അവരെ കേട്ടിട്ടുണ്ട്, പറഞ്ഞു അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാകും, ഉണ്ടോ? അങ്ങനെയാണോ? ഓക്കെ, നിങ്ങൾ എന്താ റെസ്പോണ്ട് ഇല്ലല്ലോ? ആരും എല്ലാവരും ഉറക്കത്തിലൊക്കെയാണോ? ഓക്കെ അല്ലെ? നമ്മള് ഒരു പേഷ്യന്റിന് ഒരു ICUയിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന് ആള് റിക്കവറി ആയിട്ടുണ്ടെങ്കിൽ അപ്പോ തന്നെ ICUയിൽ നിന്ന് നേരിട്ട് ഡിസ്ചാർജ് ചെയ്യാറുണ്ടോ? ഒരിക്കലും ഇല്ല, അല്ലെ? ആള് സ്റ്റേബിൾ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മള് അതുമായിട്ടൊന്നില്ലെങ്കിൽ റൂമിലേക്കോ അല്ലെങ്കിൽ വാർഡിലേക്കോ ഷിഫ്റ്റ് ചെയ്ത് കുറച്ച് ദിവസം കൂടി ട്രീറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ? ഡിസ്ചാർജ് ചെയ്യുകയുള്ളൂ. സോ ആ ഒരു പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞത്. അതായത് പേഷ്യന്റിന് ICUയിലാണ് അഡ്മിറ്റഡ് ആക്കിയത് എങ്കിൽ ആള് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രം കൺസേൺഡ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് 4 പോയിന്റ് ഒന്നും കൂടി പറയാം. ഫസ്റ്റ് വൺ പറയുന്നത്, ഒരു പേഷ്യന്റ് നമ്മളുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു എന്നൊരു കൺഫർമേഷൻ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? വാർഡ് ബോയ്സിനെ വിളിക്കാം. ആംബുലൻസിലാണ് പേഷ്യന്റ് വരുന്നതെങ്കിൽ ആ സ്ട്രക്ചർ പാടി നമ്മൾ ആളെ എന്ത് ചെയ്യുക? അകത്തേക്ക് പ്രവേശിപ്പിക്കുക. പ്രവേശിപ്പിച്ചു എന്നിട്ട് എന്ത് ചെയ്യണം? മെഡിക്കൽ ഓഫീസറിനെ കോൾ ചെയ്യുക, മെഡിക്കൽ ഓഫീസറെ വിളിക്കുക. അദ്ദേഹം വന്നു. മൂന്നാമത്തെ കാര്യം എന്താ? അദ്ദേഹം വന്നു, പേഷ്യന്റിനെ എന്ത് ചെയ്തു? എക്സാമിൻ ചെയ്തു, ഒന്ന് പരിശോധിച്ചു. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ആളെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. മൂന്നാമത് പിന്നെന്താ പറയുന്നത്? ഇനി ഈ ഒരു പേഷ്യന്റിനെ ICUയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആള് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമേ കൺസേൺഡ് വാർഡിലോട്ട് മാറ്റാൻ പാടുള്ളൂ. ഓക്കെ, 4 പോയിന്റ് ക്ലിയർ ആയോ എല്ലാവർക്കും? 4 പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ, ഞാൻ പറഞ്ഞു തന്നില്ലേ, കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചോളൂ. അപ്പൊ പെട്ടെന്ന് കിട്ടും. ഇപ്പൊ ഞാൻ കണക്ട് ചെയ്തല്ലേ നിങ്ങളോട് പറഞ്ഞു തന്നത്. ഇപ്പൊ കണക്ട് ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ? പഠിക്കാം. ഓക്കെ, ഫിഫ്ത്ത് പോയിന്റ് നോക്കാം. ആഫ്റ്റർ കൗൺസിലിംഗ് with the consultant and permission of the same, they do registration patient in IPD register and in their software too. ഇനി ഈ ഒരു പേഷ്യന്റിനെ കൺസൾട്ടന്റ് ചെയ്തു, ഡോക്ടർ എമർജൻസി ആയിട്ട് കൊണ്ടുവന്ന പേഷ്യന്റ് അല്ലേ? സോ ആദ്യം തന്നെ പേഷ്യന്റിനെ ഡോക്ടർ വന്ന് കൺസൾട്ടന്റ് ചെയ്തു, നോക്കി. ആ നോക്കിയതിനു ശേഷം എന്ത് ചെയ്യാം? നമ്മളുടെ IPD രജിസ്റ്റർ, IPD മീൻസ് ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റ്, പറഞ്ഞ നമ്മുടെ IPD രജിസ്റ്ററിലും നമ്മളുടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ ഒന്ന് അപ്ഡേഷൻ ചെയ്യുക മീൻസ് രജിസ്റ്റർ ചെയ്യുക. അതായത് രജിസ്റ്ററിലും കമ്പ്യൂട്ടറിലും കൂടി അതൊന്ന് എന്ത് ചെയ്യാം? പേഷ്യന്റിന്റെ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന ആളെ ആദ്യം ഡോക്ടർ നോക്കാതെ ആദ്യം തന്നെ നിങ്ങൾ പോയി രജിസ്ട്രേഷൻ ചെയ്യാന്ന് പറയില്ല, അല്ലെ? നമ്മൾ നോർമലി വരുന്ന അസുഖങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം പോയിട്ട് നമ്മൾ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കും. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യത്തില് ഡോക്ടറെല്ലാം ആദ്യം വന്ന് നോക്കുക. അങ്ങനെയാണോ? അല്ലേ? നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? അങ്ങനെയല്ലേ ചെയ്യുക? ഓക്കെ, സിക്സ്ത് പോയിന്റ് നോക്കാം. Fill the patient concern form and after telling them the purpose and meaning of the form, get it signed by the patient's relatives. അല്ലെ? നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സർജറീസ് കാര്യങ്ങളും മറ്റും ചെയ്യുമ്പോൾ നമ്മളുടെ റിലേറ്റീവ്സിനെ കൊണ്ട് ഒരു കൺസേൺഡ് ഫോം സൈൻ ചെയ്യിപ്പിക്കും, അല്ലെ? അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ കൺസേൺ ഫോമിൽ റിലേറ്റീവ്സിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാം. അതായത് എന്തിനാണ് ഇങ്ങനെ ട്രീറ്റ്മെന്റ് നടത്തുന്നത് അതിനെ പറ്റിയൊക്കെ ചെറിയ ഡീറ്റെയിൽ ഒക്കെ ആയിരിക്കും ആ ഒരു കൺസേൺ ഫോമിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? റിലേറ്റീവ്സിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാം. ഏഴാമത്തെ പോയിന്റ് നോക്കാം. Send the file of patient to the corresponding ward where the medical officer has asked the patient to be shifted. ഇനി രോഗിയെ ഒരു മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെട്ടാൽ രോഗിയുടെ ഫയൽ എന്ത് ചെയ്യുക? ആ വാർഡിലേക്ക് അയക്കുക. അതായത് ഏത് വാർഡിലേക്കാണോ രോഗിയെ നമ്മൾ അയച്ചത്, ഷിഫ്റ്റ് ചെയ്തത്,
ആ ഒരു വാർഡിലേക്ക് രോഗിയുടെ ഫയൽ ബന്ധപ്പെട്ട വാർഡിലേക്ക് അയക്കണം മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെടുകയാണെങ്കിൽ. എയ്ത്ത് പോയിന്റ് നോക്കാം. കൺഫേമിംഗ് ദാറ്റ് ദ ഫയൽ ഓഫ് പേഷ്യന്റ് ഈസ് റിസീവ്ഡ് ബൈ MO of the corresponding ward. MO means MO ഇത്രയും നേരം പറഞ്ഞു തന്നൊരു സംഭവമാണ് MO മെഡിക്കൽ ഓഫീസർ കേട്ടോ, മെഡിക്കൽ ഓഫീസർ. ഓക്കെ, അപ്പോ ഏഴാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്, അതായത് ഏത് വാർഡിലേക്കാണോ പേഷ്യന്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ, അപ്പൊ ഏത് വാർഡിലേക്കാണോ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ വാർഡിലേക്ക് ആ പേഷ്യൻസിന്റെ ഫയല് അയക്കണം, സെൻഡ് ചെയ്യുക. ദെൻ എട്ടാമത്തെ പോയിന്റ് പറയുന്നത് ഈ മെഡിക്കൽ നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ ഫയൽ സെൻഡ് ചെയ്തല്ലോ, ആ ചെയ്തത് MOക്ക് മെഡിക്കൽ ഓഫീസർക്ക് ലഭിച്ചു എന്ന് സ്ഥിരീകരിക്കണം. ഓക്കെ, ഒന്നുകൂടി പറയാം. അഞ്ചാമത്തെ പോയിന്റ് തുടങ്ങി പറയാം. അഞ്ചാമത് പറയുന്നത് നമ്മൾ പേഷ്യന്റിന്റെ ഫസ്റ്റ് എന്ത് ചെയ്യാം, ഡോക്ടറെ കൺസൾട്ടന്റിന് ശേഷം IPV രജിസ്റ്ററിലും അത് കഴിഞ്ഞിട്ട് സോഫ്റ്റ്വെയറിലും എന്ത് ചെയ്യാം, രോഗിയുടെ പേരും വിവരങ്ങളും രജിസ്റ്റർ ചെയ്യണം. ആറാമത്തെ പോയിന്റിൽ പറയുന്നത് കൺസേൺഡ് ഫോമില് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. ദെൻ ഏഴാമത് പറയുന്നത് ഏത് വാർഡിലേക്കാണോ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ആ പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള ഫയല് മെഡിക്കൽ ഓഫീസർക്ക് അയക്കുക. ദെൻ ലാസ്റ്റ് പറഞ്ഞത് എന്താണ്, ഈ ഒരു ഫയല് അയച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഓഫീസർക്ക് അത് കിട്ടി എന്നും കൂടി എന്ത് ചെയ്യാ, സ്ഥിരീകരിക്കുക. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? പോയിന്റ്സ് അഡ്മിഷൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. ഒന്നും കൂടി പറയാം, നിങ്ങളൊന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് കണക്ട് ചെയ്തൊന്ന് ഒന്ന് പഠിക്കാൻ ശ്രമിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും പഠിക്കണം. പക്ഷെ നിങ്ങളൊന്ന് കണക്ട് ചെയ്തുകൊണ്ട് പഠിച്ചോളൂ, അപ്പൊ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നിങ്ങൾ ആ മലയാളം മീനിങ്ങിൽ ഇപ്പൊ ഞാൻ ആ പറയുന്ന ഒരു വേവ് തന്നെ എന്താ പറയാ, ഒന്ന് കണക്ട് ചെയ്തൊന്ന് പഠിച്ചു നോക്കും. അപ്പൊ നിങ്ങൾ ഈ ബൈഹാർട്ട് പഠിക്കുന്നതിൽ കുറച്ച് കണക്ട് ചെയ്ത് പഠിക്കുമ്പോ നിങ്ങൾക്കത് മൈൻഡിൽ നിൽക്കും കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എക്സാമിന് എല്ലാ പോർഷൻസിനൊക്കെ ചോദിക്കില്ലേ, അല്ലാണ്ട് നമുക്ക് ഒന്നിനെ ഇമ്പോർട്ടന്റ് അല്ലാന്ന് പറഞ്ഞ് മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. ഓക്കെ, നിങ്ങൾ ആ ഒരു കണക്ട് ചെയ്ത് പഠിച്ചു നോക്കൂ. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തുടങ്ങി പറയാൻ ശ്രദ്ധിച്ചു കേൾക്കാം കേട്ടോ. നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു എന്ന് കൺഫർമേഷൻ കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വാർഡ് ബോയ്സിനെ വിളിക്കും. ദെൻ ആംബുലൻസിലാണ് വന്നിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചർ എപ്പാടി എന്ത് ചെയ്യും, അകത്തേക്ക് പ്രവേശിപ്പിക്കും. പ്രവേശിപ്പിച്ചതിന് ശേഷം സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യും, മെഡിക്കൽ ഓഫീസറെ കോൾ ചെയ്യും അല്ലെ. പിന്നെ എന്ത് ചെയ്തു, മൂന്നാമത് കോൾ ചെയ്തല്ലോ, അപ്പൊ ആള് വന്നു, മെഡിക്കൽ ഓഫീസർ വന്നു. മെഡിക്കൽ ഓഫീസർ വന്നു നമ്മുടെ പേഷ്യന്റിനെ ഒന്ന് എക്സാമിൻ ചെയ്യും. എക്സാമിൻ ചെയ്തതിനു ശേഷം ആള് തീരുമാനിക്കും നമ്മള് ICUലോട്ട് മാറ്റണോ അല്ലെങ്കിൽ വാർഡിലേക്ക് മാറ്റണോ, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കും. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് എന്താണ്, ICUലേക്കാണ് ഇപ്പോൾ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആളൊന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മറ്റു വാർഡിലേക്കോ അല്ലെങ്കിൽ വേറെ റൂമിലേക്കോ ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. 4 എണ്ണം ഓക്കെ ആയോ? പഠിച്ചോ 4 എണ്ണത്തെ തന്നെ? ഓക്കെ, കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചോളൂ, നിങ്ങൾക്ക് കിട്ടും, ഷുവർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു, ആദ്യം ആള് വന്നു, നമ്മള് ആംബുലൻസിൽ കൊണ്ടുവന്നു, വാർഡ് ബോയ് വന്ന് പ്രവേശിപ്പിച്ചു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, മെഡിക്കൽ ഓഫീസറെ വിളിച്ചു. മെഡിക്കൽ ഓഫീസർ വന്നു, മെഡിക്കൽ ഓഫീസർ ഒന്ന് ചെക്ക് ചെയ്ത് ഇന്ന ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആളെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ICUലാണ് ഷിഫ്റ്റ് ചെയ്തെങ്കിൽ എന്താണ്, ആള് സ്റ്റേബിൾ ആയത് ശേഷം മാത്രമേ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി എന്താ പറഞ്ഞത്, ഇനി അങ്ങനെ പേഷ്യന്റ് ഒക്കെ വന്നു, ഷിഫ്റ്റ് ഒക്കെ ചെയ്തു. ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം മാത്രമാണ് IPV രജിസ്റ്റർ ചെയ്യുന്നത്, ദെൻ സോഫ്റ്റ്വെയറിലോട്ടും രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ എന്താണ് പറയുന്നത്, അപ്പൊ രജിസ്റ്റർ ഒക്കെ ചെയ്തു. രജിസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പോണെയാണ്. അപ്പൊ ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, കൺസൾട്ട് ഫോമില് സൈൻ ചെയ്യിപ്പിച്ചു. സൈൻ ഒക്കെ ചെയ്യിപ്പിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മള് ഏത് വാർഡിലേക്കാണോ പേഷ്യന്റിനെ കിടത്തിയത് ആ വാർഡിലോട്ട് എന്ത് ചെയ്യാം, അയാളുടെ ഫയല് മെഡിക്കൽ ഓഫീസർക്ക് അയച്ചു കൊടുക്കാം. ദെൻ അയച്ചു കൊടുത്ത് ആർക്ക് കിട്ടിയെന്ന് എന്ത് ചെയ്യാം, മെഡിക്കൽ ഓഫീസർക്ക് ഈ ഫയല് അയച്ചു കൊടുത്തത് അയാൾ സ്വീകരിച്ചു അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർക്ക് ലഭിച്ചു എന്ന് സ്ഥിരീകരിക്കുക. ഓക്കെ, ഫസ്റ്റ് 4 എളുപ്പമാണ്, കണക്ട് ചെയ്ത് പഠിക്കാം. ബാക്കി 4 വലിയ കുഴപ്പമൊന്നുമില്ല. എന്താണ്, ഒരെണ്ണം രജിസ്റ്റർ ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, അങ്ങനെ എളുപ്പത്തിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കണേ. രജിസ്റ്റർ ചെയ്തു, സൈനിൽ ഒപ്പിട്ടു, കൺസൾട്ട് ഫോമിൽ ഒപ്പിട്ടു, ഫയൽ അയച്ചു എന്ന് ഉറപ്പുവരുത്തുക. അത്രയേ ഉള്ളൂ. എളുപ്പമാണോ? പഠിച്ചോ? എല്ലാവരും പഠിച്ചോ? ഇത്
ഓക്കെ, ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? കുഴപ്പമില്ലല്ലോ. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ പഠിച്ചോളൂ. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡില് എളുപ്പത്തില് അല്ലെങ്കിൽ കണക്ട് ചെയ്ത് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും പഠിച്ചില്ലേ? ഇനി പോയിന്റ്സ് നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ അത്യാവശ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, കണക്ട് ചെയ്ത് അങ്ങനെ പഠിക്കാം കേട്ടോ. ക്ലാസ്സിന്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് പേരെ കൊണ്ടൊന്ന് പറയിപ്പിക്കാം കേട്ടോ. എനിക്കൊന്ന് ഇപ്പൊ പഠിച്ചതല്ലേ നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഈ പോയിന്റ്സ് ഒന്ന് നമുക്ക് ദെൻ പറയട്ടെ കേട്ടോ. ഓക്കെ, മനസ്സിലായി? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഇത്രേ ഉള്ളൂ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് ഇവിടെ വെച്ച് തീരുകയാണ്. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ? ദെൻ അപ്പൊ നമ്മൾക്ക് ആദ്യം തുടങ്ങി ജസ്റ്റ് ഒന്ന് ആ ഒരു ചാപ്റ്ററിലെ കാര്യങ്ങൾ പറയാം. ഓക്കെ, 7ാമത്തെ പോയിന്റ് പറഞ്ഞത് വാർഡിലേക്ക് നമ്മള് പേഷ്യന്റിനെ മാറ്റില്ലേ? ഇപ്പൊ പേഷ്യന്റിന്റെ ഫയൽ എന്ത് ചെയ്യാം? ആ വാർഡിലേക്ക് മെഡിക്കൽ ഓഫീസറിന് അയച്ചു കൊടുക്കാം. 8th പോയിന്റ് പറയുന്നത് അയച്ചു കൊടുത്ത ഫയല് ആൾക്ക് കിട്ടിയെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, രണ്ടും സെയിം കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ലേ? കിട്ടിയോ? ഓക്കെ, നമ്മൾ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ അതിന്റെ ചാപ്റ്ററിൽ പഠിച്ചത് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് IPD ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നതിന് കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുത്ത് നിങ്ങൾ പഠിക്കുക. ബാക്കിയൊന്നും പഠിക്കണ്ടെന്നല്ല അതിനർത്ഥം, കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് ഒരു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ ഒരു ഓവർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ? നമ്മൾ പറയാ ഒരു പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇൻപേഷ്യന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. 24 hours 24 മണിക്കൂറിനുള്ളിൽ കിടക്കുന്നതാണ് നമ്മളൊരു അഡ്മിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു അവിടെ 24 hours ഡോക്ടേഴ്സും നഴ്സസും അവൈലബിൾ ആണ്. നമ്മളൊരു ഡെഫിനിഷൻ പോലെ പറഞ്ഞു അല്ലെ? എന്താണ് അഡ്മിഷൻ എന്നുള്ള ഡെഫിനിഷൻ. പിന്നെ നമ്മൾ കുറച്ച് ഉദ്ദേശങ്ങൾ പറഞ്ഞു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ എടുത്തെടുത്ത് പോയ കാര്യങ്ങളാണ്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് മാത്രം ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ, ടൈപ്സ് ഓഫ് അഡ്മിഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതിനുള്ള എക്സാമ്പിൾ എപ്പോഴും ചോദിക്കാറുണ്ട്. എമർജൻസി അഡ്മിഷനും റൊട്ടീൻ അഡ്മിഷനും. നിങ്ങൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് എക്സാമ്പിൾ കൃത്യമായിട്ട് തന്നെ പഠിക്കാം. രണ്ടെണ്ണത്തിന്റെയും എക്സാമ്പിൾ. Client with the heart attack, accident, poisoning, etc. Identify the admission, type of admission. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടേക്കുന്നത്. സോ എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് രണ്ട് ഡിപ്പാർട്ട്മെന്റ് അഡ്മിഷന്റെയും എക്സാമ്പിള് കൃത്യമായിട്ട് തന്നെ പഠിക്കാം. കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അതൊക്കെ ഒന്ന് സ്റ്റാർ ചെയ്തിടേ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തിടാ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന പോർഷൻസ്. Then admission procedure through OPD. OPD-യിൽ എങ്ങനെയാണ് ഒരു അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്നത് അല്ലെ? ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കാവുന്നുള്ളൂ കേട്ടോ. അതിൽ ബുദ്ധിമുട്ടില്ലാത്തൊരു ഭാഗമാണത്. The responsibilities of the admission department. ഇനി അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്? ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. സൈൻ ചെയ്യണം, മറ്റേ എന്താ ബ്രേസ്ലെറ്റ് തയ്യാറാക്കുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എളുപ്പമല്ലേ? വലിയ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു. ദെൻ അവിടെ TPA ഡെസ്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ, TPA തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. നിങ്ങൾ കുറെ ഷോർട്ട് ഫോമിൽ വരുന്നുണ്ട് അല്ലെ? നമുക്ക് എല്ലാ ചാപ്റ്ററിലും ഷോർട്ട് ഫോംസ് ഒത്തിരി വരുന്നുണ്ട്. സോ അതെല്ലാം ഒന്ന് പഠിച്ചു വെക്കണം. ഒന്ന് സെപ്പറേറ്റ് നിങ്ങൾ ഈ ഷോർട്ട് ഫോമുകൾ മാത്രം ഒരു നോട്ടായിട്ടൊന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ചെയ്യുന്നുണ്ട് ആരെങ്കിലും അങ്ങനെ? ഓക്കെ, ഇനി ചെയ്യാത്തവരാണെങ്കിൽ ഷോർട്ട് ഫോമുകൾ ഒരു പേജിൽ നിങ്ങൾ ഈ ഓരോ ചാപ്റ്റർ വൈസ് ഒന്നും തിരിച്ചൊന്നും എഴുതണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ ഓരോ ടീച്ചേഴ്സ് എടുക്കുമ്പോൾ ഇതുപോലെ ഷോർട്ട് ഫോമുകളൊക്കെ വരില്ലേ? അതൊന്ന് എഴുതി വെക്കാം കേട്ടോ, സെപ്പറേറ്റ് ചെയ്ത്. എക്സാമിന് നിങ്ങൾക്ക് അത് ഉപകരിക്കും. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു OPD-യിലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെഡിക്കൽ എക്സാമിനേഷൻസ് എങ്ങനെയൊക്കെ ഇരിക്കും. പോയിന്റ്സുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഫുൾ ഫോംസ് ആണ് പറഞ്ഞത് കേട്ടോ. ഷോർട്ട് ഫോംസും ഫുൾ ഫോമുകളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് സെപ്പറേറ്റ് ചെയ്തൊന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പഠിച്ചോളൂ. പക്ഷെ നമ്മൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്തൊന്ന് എഴുതി വെക്കാം. നമുക്ക് എക്സാമിന്റെ ടൈമിലും അതിന് മുന്നേ ഒന്ന് പഠിക്കാനായിട്ട് ഈസി ആയിരിക്കും കേട്ടോ. ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, നല്ലൊരു ഹാബിറ്റ് തന്നെയാണത്. ഓക്കെ, ദെൻ നമ്മള് മെഡിക്കൽ എക്സാമിനേഷൻ, OPD-യിലെ മെഡിക്കൽ എക്സാമിനേഷനെ പറ്റി പറഞ്ഞു. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
Then നമ്മള് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ്, ഒരു നഴ്സസിന്റെ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞായിരുന്നു. ഒത്തിരി പോയിന്റുകൾ ഉണ്ട്, പക്ഷെ ഓരോ പോയിന്റിന്റെ ഉള്ളിൽ സബ് പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പ്രിപ്പയറിംഗ് റൂമിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഐഡന്റിഫൈ സെൽഫ് വരുന്നത്, ഓറിയന്റ് പേഷ്യൻസ് അല്ലെ. അപ്പൊ ഓരോന്നിന്റെയും സബ് പോയിന്റുകൾക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. പക്ഷെ നമുക്ക് എളുപ്പമാണ്. ഇപ്പൊ പ്രിപ്പയർ റൂമിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അത്യാവശ്യം നമുക്കറിയാം അല്ലെ. അപ്പൊ ഉള്ളിൽ വരുന്ന കാര്യങ്ങള് നിങ്ങളൊന്ന് മലയാളത്തിലോ എങ്ങനെയെങ്കിലും നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുന്ന രീതിയിൽ അതിന്റെ മീനിങ് ഒക്കെ ഒന്ന് കണ്ടെത്താം. ഈ പോയിന്റ്സുകൾ, കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഒക്കെ ഏതിനുള്ളിലാണ് ഉൾപ്പെടുന്നത്, അങ്ങനെയൊക്കെ ഒരു കോഡൊക്കെ വെച്ചിട്ടൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. TPA ഫുൾ ഫോം ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ. ദെൻ പിന്നെ നമ്മൾ പ്രിലിമിനറി ഒബ്സർവേഷനിൽ ഈ ഒരു 3 ഡിസീസസിന്റെ കാര്യം പറഞ്ഞായിരുന്നു, ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ, ഡിസ്കളറേഷൻ ഓഫ് സ്കിന്നിൽ വരുന്ന 3 ഡിസീസസ് ആണ്. ഏതൊക്കെയായിരുന്നു? ജോണ്ടിസ്, സൈനോസിസ് ആൻഡ് ഫേഷ്യൽ പാരലൈസിസ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് അണ്ടർലൈൻ ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ചാർട്ടിങ്ങിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ചാർട്ടിങ്ങിൽ വരുന്നത് പറഞ്ഞു. ഇനി ഇവിടെ ഒരു MLC പറഞ്ഞായിരുന്നു, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെഡിക്കോ ലീഗൽ കേസ് ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മെഡിക്കോ എന്ന് തന്നെയാണ് കേട്ടോ, മെഡിക്കൽ നിന്ന് മിസ്റ്റേക്കിലി ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചിലപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ തന്നെ പറഞ്ഞു പോയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, തിരുത്ത, മെഡിക്കോ ലീഗൽ കേസ്, മെഡിക്കൽ അല്ല, മെഡിക്കോ ലീഗൽ കേസ്. ഓക്കെ, അപ്പൊ ഇനി ഷോർട്ട് ഫോമുകള് എഴുതി വെക്കാത്തവർ എന്ത് ചെയ്യാ, എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഓക്കെ, ദെൻ നമ്മൾ അവിടെ വാല്യുബിൾ ക്ലോത്തിങ്സിന്റെയും മറ്റും കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. മോക്ക് ടെസ്റ്റില് മെഡിക്കൽ ഓക്കെ പറഞ്ഞായിരുന്നു നിങ്ങൾ. പക്ഷെ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ചാപ്റ്ററിലും സെയിം ഒരു മെഡിക്കൽ ലീഗൽ എന്ന് പറഞ്ഞ മെഡിക്കോ ലീഗൽ എന്നാണ് എക്സാക്ട് ആയിട്ട് വരുന്നത്. മെഡിക്കോ ലീഗൽ ആണ് കേട്ടോ, നമുക്ക് മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, ഇനി ഇത് പഠിക്കുമ്പോ മെഡിക്കോ തന്നെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ദെൻ നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞ അഡ്മിഷൻ അല്ലെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റില്. ഇതിന് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും പഠിച്ചില്ലേ? ഇന്ന് നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും തന്നെ ഞാൻ ചോദിച്ചാൽ എല്ലാവരും പറയാൻ റെഡിയല്ലേ? ആണോ? എമർജൻസി ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ, ആ കണക്ട് ചെയ്ത് പഠിച്ചത് ഓക്കെ ആണോ? ഇനി അത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ക്ലാസ് അത്യാവശ്യം ശ്രദ്ധിച്ചവർക്ക് ഇനി അത് പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ബാക്കി വിട്ടുകളയാനെല്ലാം പറയുന്നത് വായിക്കുക. ഓക്കെ, ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഓപ്ഷൻസ് കാണുമ്പോ അത്യാവശ്യം ക്ലാസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിനാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. ദെൻ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെക്കുകയാണ്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. നോക്കാം, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ്. ഇനി കയ്യില് കോപ്പി എടുക്കാത്തവരാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി എന്റെ ക്ലാസ്സിൽ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിന്റെ കോപ്പി എടുത്ത് വെക്കാം. ഓക്കെ, കയ്യിലുള്ളവരാണെങ്കിൽ ഓക്കെ. ഇനി ചാപ്റ്റർ 12 നിങ്ങൾ ചാപ്റ്ററിന്റെ നമ്പർ നോക്കണ്ട, ആ പേര് നോക്കാം, കറക്റ്റ് പേര് തന്നെ നോക്കാം കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്നുള്ളൊരു ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത്. സോ അതിന്റെ എന്ത് ചെയ്യാ, കോപ്പി എടുത്തൊന്ന് വെക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കുഴപ്പമില്ലല്ലോ, ചെറിയൊരു ചാപ്റ്റർ ആണ്. ദെൻ പുതിയൊരു ചാപ്റ്റർ ആണ്, ചെറിയൊരു ചാപ്റ്റർ തന്നെയാണ്. പക്ഷെ ഇതിൽ കുറച്ച് നമുക്ക് അറിയാത്ത കാര്യങ്ങളും മറ്റ് എന്താ പറയാ മെഡിക്കൽ ടേമുകളും കാര്യങ്ങളും കുറച്ച് വരുന്നുണ്ട്. ഓക്കെ, പുതിയ കുറച്ച് അറിവുകളൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു ചാപ്റ്റർ ആണിത്. ഓൾറെഡി നമ്മൾ കണ്ട ഒരു ഇതുപോലെ ഫോളോ ചെയ്തൊരു ചാപ്റ്റർ അല്ല, കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. എന്ത് ഡിഫിക്കൽട്ട് ആണെന്നല്ല പറയുന്നത്, കുറച്ച് മെഡിക്കൽ ടേമുകൾ കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സില് വേറെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വരെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാലോ, പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്, ഓരോ ചാപ്റ്ററിലെ കാര്യങ്ങള്? ഓക്കെ,
എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റായ്മയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് നമ്മളോട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ടീച്ചേഴ്സിനോട് തന്നെ നിങ്ങൾ തുറന്ന് പറഞ്ഞോളൂ. അടുത്ത ടൈമിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നാണോ, എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് സ്പീഡ് കൂടിയോ, മനസ്സിലായില്ലേ, എന്താണെന്നുള്ളത് നമ്മളോട് തന്നെ നിങ്ങളോട് എല്ലാ ടീച്ചേഴ്സും ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് ക്വസ്റ്റ്യനിൽ കമന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഓക്കെ ആണോ, എന്റെ ക്ലാസ്സിലേക്ക് ഞാൻ അഭിപ്രായം ചോദിക്കണമല്ലോ, ഫീഡ്ബാക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ പറയുന്നതൊക്കെ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവർക്കും എങ്ങനെയാ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എന്തായാലും അങ്ങനെ സ്പീഡ് എന്തെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയാണ്. അധികം ഒന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം പറയുന്നുള്ളൂ കേട്ടോ. നോക്കാം. ചാപ്റ്റർ 12, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. ട്രാൻസ്ഫർ, എന്താണ് ട്രാൻസ്ഫർ എന്നുള്ള ടേം? നമ്മൾ പലതരത്തിൽ ട്രാൻസ്ഫർ എന്നുള്ളൊരു ടേം കണ്ടിട്ടുണ്ട് അല്ലെ. ട്രാൻസ്ഫർ, ഇപ്പോ നമ്മളൊരു ജോലിയിൽ പ്രവേശിച്ചു, ആൾക്ക് ട്രാൻസ്ഫർ കിട്ടിപ്പോയി എന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ. അതായത് സ്ഥലം മാറ്റം എന്നൊക്കെ നമ്മൾ ആ ഒരു ട്രാൻസ്ഫറിനെ പറയും അല്ലെ. അപ്പോ ഇവിടെ ഒരു ട്രാൻസ്ഫർ, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഷ്യന്റ് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പൊതുവെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുന്നത് അല്ലെ. വേറൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ ട്രാൻസ്ഫർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ട്രാൻസ്ഫർ, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ വായിക്കാം. The intra and inter-hospital patient transfer is an important aspect of patient care, which is often handled to enhance the existing management of patient. വലിയ വലിയ വാക്കുകളുണ്ട്, ആരും പേടിക്കണ്ട, എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നോക്കാം. ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ. ഇൻട്രാ ആൻഡ് ഇന്റർ പറയുമ്പോൾ ഏകദേശം ഒരേ ഫ്ലോ ആണ്, പക്ഷെ രണ്ടിലും വ്യത്യസ്തമുണ്ട്. ഓക്കെ, ഇന്റർ എന്താണ്? ഇന്റർ മീൻസ് നമ്മൾ ഇന്റർ ഔട്ടർ എന്നൊക്കെ പറയും അല്ലെ. ഇന്റർ എന്താണ് ഇന്റർ മീനിങ്? ഇന്റേണൽ എന്നൊക്കെ പറയാം. ഓക്കെ, ഇന്റേണൽ എന്താണ്? ഇന്റേണലിന്റെ മീനിങ് എന്താണ്? ഉള്ളിൽ അല്ലെ, അതായത് അകത്തുള്ള, ഉള്ളിൽ. അപ്പോ ഇൻട്രാ എന്തായിരിക്കും? ഇൻട്രാ ഇൻട്രാ ഇന്റർ മീൻസ് ഉള്ളിൽ. ഓക്കെ, ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഓക്കെ ഔട്ട് അല്ലെ, ഔട്ട് ഓഫ് ദ ഏരിയ, പുറത്താണ് അല്ലെ. ഇൻട്രാ മാറിപ്പോകരുത് കേട്ടോ. ഇതില് എപ്പോഴും നിങ്ങൾക്ക് മിസ്റ്റേക്കുകൾ സംഭവിക്കാം, കാരണം ഒരേ ഫ്ലോയിൽ നമ്മൾ ഇന്റർ ആൻഡ് ഇൻട്രാ എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ എക്സാമിന് പലവർക്കും മാറിപ്പോകാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരെണ്ണം തറവായിട്ട് പഠിക്കാം, ഒന്നില്ലെങ്കിൽ ഇന്റർ പഠിക്കാം, ഇന്ററിന്റെ മീനിങ് ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് പഠിക്കാം. മറ്റേത് നമുക്കറിയാലോ ഓപ്പോസിറ്റ് ആണെന്ന്. രണ്ടും കൂടി പഠിച്ച് മിക്സ് ആയി പോകരുത്. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം നല്ല രീതിയിൽ അങ്ങോട്ട് പഠിക്കാം, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്റർ അങ്ങോട്ട് പഠിക്കാം. ഓക്കെ, അപ്പോ ഇന്റർ ഇത് നമുക്ക് ട്രാൻസ്ഫർ, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ട്രാൻസ്ഫർ അല്ലെ, ഇന്റർ ആൻഡ് ഇൻട്രാ ട്രാൻസ്ഫർ പറയുന്നതാണ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. ഒരു പേഷ്യന്റ് കെയറിലെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഇന്റർ ആൻഡ് ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ആണ് അല്ലെ. ഇനി എന്താണ് ഇന്റർ ട്രാൻസ്ഫറും ഇൻട്രാ ട്രാൻസ്ഫറും എന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്ക് ഇന്റർ പഠിക്കാം, ഉള്ളിലുള്ളത്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതി, ബാക്കി നമുക്ക് മറ്റേത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണെന്ന് നമുക്ക് കിട്ടിക്കോളും. ഓക്കെ, ഇന്റർ എന്താണ്? ഇന്റർ എന്ന് നിങ്ങൾ പറഞ്ഞു ഉള്ളിൽ നിന്നുള്ളൊരു മീനിങ് ആണ് അല്ലെ. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യന്റിനെ നമ്മള് എന്തെങ്കിലും അസുഖമായിട്ടൊക്കെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ആൾക്കൊരു നെഞ്ചുവേദനയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പൊ ആദ്യം ആൾ എന്ത് ചെയ്തു? കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നു. കുറച്ച് ECG അല്ലെങ്കിൽ എക്സ്റേയും മറ്റു ട്രീറ്റ്മെന്റ്സ് ഡോക്ടർ വന്നു ചെക്ക് ചെയ്തു. അപ്പോ എന്ത് ചെയ്തു? ECG എടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ നോക്കിയപ്പോ ECGയിലൊക്കെ വളരെയധികം വേരിയേഷൻസും മറ്റും കണ്ടു അല്ലെ. അപ്പൊ അങ്ങനെ ആളുടെ ഒരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്, ചിലപ്പോ അത് ഫസ്റ്റ് ഹാർട്ട് അറ്റാക്കിന്റെ ഒരു തുടക്കമാണ്, അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ തോന്നും. അപ്പൊ അങ്ങനെ തോന്നിയെങ്കിൽ ഡോക്ടർ ഈ ആളെ ഇപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു അല്ലെ. ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോ ഈ ICU എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു മറ്റൊരു സെക്ഷൻ അല്ലേ ICU എന്ന് പറയുന്നത്. ആളെ ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് വിട്ടിട്ടില്ല, അതിനുള്ളിൽ തന്നെ വേറൊരു സെക്ഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു.
ആ ഒരു കാഷ്വാലിറ്റിയിൽ നിന്നും എന്ത് ചെയ്തു, ICUലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതുപോലെ തന്നെ ഒരു വാർഡിൽ ഒരു പേഷ്യന്റ് ഓൾറെഡി കിടക്കുകയാണ് കേട്ടോ. ഇപ്പൊ ആൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് ഒരു 4 ദിവസത്തെ ഒരു 3 days അല്ലെങ്കിൽ 2 days ഇഞ്ചക്ഷൻ ഒക്കെ ആയി. അങ്ങനെ വന്നപ്പോ പെട്ടെന്ന് ആൾക്ക് ക്രിട്ടിക്കൽ ഒരു എന്താ പറയാ ശാരീരികമായുള്ള അസ്വസ്ഥതകളും ചിലപ്പോൾ ശ്വാസതടസ്സമോ അല്ലെങ്കിൽ പെട്ടെന്ന് ആളൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് വന്നു. ആ ഒരു അവസ്ഥയിലും ആളെ ആ വാർഡിൽ നിന്ന് അപ്പൊ തന്നെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഷിഫ്റ്റ് ചെയ്തു, അതായത് ആ ഒരു വാർഡിൽ നിന്ന് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതായത് ആള് ആ ഒരു ഹോസ്പിറ്റൽ വിട്ട് പുറത്തേക്ക് പോകുന്നില്ല, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇങ്ങനെ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിനെ ആണ് ഇന്റർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇന്റർ ട്രാൻസ്ഫർ ക്ലിയർ ആയോ? ഓക്കെ, ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയോ? ഇന്റർ വെന്റിലേറ്റർ, ICU ഇതെല്ലാം എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ മീൻസ് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലാണ് ICU എന്ന് പറഞ്ഞത്. ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറുന്നത്, അത്രയും വിചാരിച്ചാൽ മതി. അതായത് ആ ഹോസ്പിറ്റലിൽ വിട്ട് പുറത്തേക്ക് പോകുന്നില്ല, ഉള്ളിൽ തന്നെ ഒരെണ്ണത്തിൽ നിന്നും ഇപ്പോ ICUയിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന് ICUയിൽ വെച്ച് ക്രിട്ടിക്കൽ ആയിട്ടുണ്ടെങ്കിൽ ആൾ എന്ത് ചെയ്യും, വെന്റിലേറ്ററിലോട്ട് മാറ്റും അല്ലെ. അതായത് പുറത്തേക്ക് പോകുന്നില്ല, ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ അടുത്ത സെക്ഷനിലോട്ട് മാറ്റി. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർ, ഉള്ളിൽ തന്നെ. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ ഇൻട്രാ നമ്മൾ പഠിച്ചു. നിങ്ങൾ ഇൻട്രാ മാത്രം തമായിട്ട് അങ്ങോട്ട് പഠിക്കാം, അപ്പൊ ബാക്കി ഓട്ടോമാറ്റിക്കലി അടുത്തത് വന്നോളും. അപ്പൊ ഇൻട്രാ എന്തായിരിക്കും? ഇന്റർ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല, അവിടെ തന്നെയാണ് അല്ലേ. അപ്പൊ എന്താ ഇൻട്രാ എന്തായിരിക്കും? ഇതിന്റെ ഓപ്പോസിറ്റ് ഇൻട്രാ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്, പുറത്തോട്ട്. ഈ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയല്ല വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഇൻട്രാ. ഓക്കെ, ഹോസ്പിറ്റൽ ടു വേറൊരു ഹോസ്പിറ്റൽ, അനദർ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഇൻട്രാ. ഇന്റേണൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക, ഉള്ളിൽ തന്നെ, വേറെ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഇന്റർ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യൻസിനെ കൊണ്ടുവന്നു. സോ ആ പേഷ്യൻസിനെ പെട്ടെന്ന് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഒക്കെ ആയി. പക്ഷെ ചെറിയൊരു ഹോസ്പിറ്റലാണ്, ആ ഹോസ്പിറ്റലിൽ ഒരു ICU സജ്ജീകരണങ്ങളോ മറ്റു വെന്റിലേറ്ററോ അങ്ങനെയുള്ള സജ്ജീകരണങ്ങളോ ഫെസിലിറ്റി ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മള് ആളെ വേറെ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തോളൂട്ടോ എന്ന് നമ്മളോട് പറയും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ആ ടൈമിൽ തന്നെ എന്ത് ചെയ്യും, ആളെ അങ്ങനെ ഒരു ഫെസിലിറ്റേഷൻസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻട്രാ ട്രാൻസ്ഫർ. ഓക്കെ ആയോ? മാറിപ്പോകില്ലല്ലോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇൻട്രാ ആൻഡ് ഇന്റർ ഒരെണ്ണം നന്നായിട്ട് പഠിക്കാം കേട്ടോ, മറ്റേത് ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ പഠിച്ചാൽ മതി, നിങ്ങൾ രണ്ടും കൂടി പഠിച്ച് മിക്സ് ആയി പോകല്ല കേട്ടോ അല്ലെ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പേഷ്യന്റ് കെയറിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഇൻട്രാ ആൻഡ് ഇന്റർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. Then the inter and inter-hospital patient transfer is an important aspect of patient care, which is often handled to enhance the existing management of the patient. Existing management, പേഷ്യന്റിന്റെ മാനേജ്മെന്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നത്. പേഷ്യന്റിന്റെ മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റിന്റെ ആ ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഒരു ആരോഗ്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ട്രാൻസ്ഫറുകൾ ചെയ്യുന്നത് അല്ലെ. വെറുതെ പേഷ്യന്റിനെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുമോ, അയാൾക്ക് ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയുള്ള ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, then next നോക്കാം. It may involve carrying a patient within the same facility for any diagnostic procedure or shift to another facility with a more developed care. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. ഇപ്പോ it may involve carrying a patient within the same facility. Within the same facility means ഇന്റർവ്യൂ നമ്മൾ പറഞ്ഞില്ലേ, ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിലെ ആ ഒരു ഫെസിലിറ്റിയിൽ തന്നെ വേറൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. എന്തിനു വേണ്ടി? ഫോർ എനി ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ, മറ്റു രോഗനിർണയ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത്.
അല്ലെ? ഇപ്പോ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? അവിടെ മോണിറ്ററിങ്ങും മറ്റു എക്യുപ്മെന്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ആ രോഗത്തിന്റെ ഡയഗ്നോസ്റ്റിക് ചെയ്യാനും അല്ലെങ്കിൽ രോഗം നിർണ്ണയിക്കാനും അതിനായിട്ടുള്ള ഫർദർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കും, അല്ലെ? അല്ലെങ്കിൽ ഈ പറഞ്ഞ കാഷ്വാലിറ്റിയിൽ ഈ പറഞ്ഞ മോണിറ്ററോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. സോ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഉള്ള ഫെസിലിറ്റികൾ ലഭിക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ICUലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്, അല്ലെ? ഷിഫ്റ്റ് ടു അനദർ ഫെസിലിറ്റി, അതായത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മോർ വെൽ ഡെവലപ്ഡ് കെയർ, കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള കെയർ ലഭിക്കാൻ. അതായത് ഒരു ഹോസ്പിറ്റലില് ഈ ICU അല്ലെങ്കിൽ വെന്റിലേറ്റർ ഒന്നും ഇല്ലെങ്കിൽ അതിനുമായിട്ട് ഫെസിലിറ്റേറ്റ്, അതിനും കൂടുതൽ സൗകര്യങ്ങളും ഉള്ള ഹോസ്പിറ്റലില് ആ സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. The main aim in all such shifting is to maintain the continuity of medical care. ഒന്നുകൂടി പറയാം. അതായത് നമ്മൾ പറഞ്ഞു ഇൻട്ര ആൻഡ് ഇന്റർ ഒക്കെയാണോ നിങ്ങൾക്ക്? അതിന് സംശയമൊന്നും ഇല്ലല്ലോ ആർക്കും? ഓക്കെ അല്ലേ? ഇന്ററും ഇൻട്രയും ഓക്കെ. പിന്നെ പറയുന്നത് നമ്മൾ പറഞ്ഞു സെയിം വിത്തിൻ ദ സെയിം ഫെസിലിറ്റിയിൽ ആളെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഹോസ്പിറ്റലിനുള്ളിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് വാർഡിൽ നിന്നും അല്ലെങ്കിൽ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സിന് വേണ്ടി. പറഞ്ഞു ഇപ്പൊ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നൊരു പേഷ്യന്റിനെ നമ്മള് കാഷ്വാലിറ്റിയിൽ പിടിച്ചു കിടത്തിയിട്ടുള്ള കാര്യമുണ്ടോ? അവിടെ അതിനുള്ള മോണിറ്ററിംഗും ഫിസിക്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ചികിത്സിക്കാൻ. സോ അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു സെയിം അത് ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ഈ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ICU എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അടുത്തത് പറയുന്നത് എന്താണ്? അനദർ ഫെസിലിറ്റി മീൻസ് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഹോസ്പിറ്റലിൽ അതിനുള്ള സജ്ജീകരണങ്ങളും ഫെസിലിറ്റികളും ഇല്ലാഞ്ഞിട്ടാണല്ലോ നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. സോ എന്താണ്? മോർ വെൽ ഡെവലപ്ഡ് കെയർ ലഭിക്കുന്നതിന് വേണ്ടി, അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു പേഷ്യന്റിനെ? ആ ഹോസ്പിറ്റലില് സജ്ജീകരണങ്ങളോ ICU മറ്റു ഫെസിലിറ്റികളോ ഇല്ലാത്തതിനാലാണല്ലോ കൊണ്ടുപോകുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. നിങ്ങൾ ഭയങ്കര തലമുറക്കൊന്നും ചിന്തിക്കൊന്നും വേണ്ട. നമ്മള് കോമൺ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? കുറച്ചും കൂടി ഓക്കെ. The main aim in all such shifting is to maintain continuity of medical care. Important ആണ്, അണ്ടർലൈൻ ചെയ്യാട്ടോ. മെയിൻ എയിം, ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ, അല്ലെ? നമ്മള് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു, ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല എന്ന് പറഞ്ഞേക്കാണോ ചെയ്യുന്നത്? ആ പേഷ്യന്റിന് കണ്ടിന്യൂറ്റി കിട്ടണം, അല്ലെങ്കിൽ വരെ സംഭവിക്കാം, ഫർദർ ട്രീറ്റ്മെന്റ്സ് ലഭിക്കണം, അല്ലെ? അതായത് ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലേ? അങ്ങനെയല്ലേ നമ്മള് കണ്ടിന്യൂറ്റി കിട്ടേണ്ട പേഷ്യന്റിനെ? അല്ലെങ്കിൽ വേറൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് മാറ്റാതെ കാഷ്വാലിറ്റിയിൽ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്ക് മരണം വരെ സംഭവിക്കും, അല്ലെ? സോ ഒരു എന്താ പറയാ, ട്രീറ്റ്മെന്റ്സിന്റെ കണ്ടിന്യൂറ്റി കിട്ടുന്നതിനാണ് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, after transfer of sick patient may produce various physiological changes which may negatively affect the prognosis of the patient. It should be initiate safe transfer, consist of decision to transfer and communication. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? ചില വേർഡുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാം, പക്ഷെ കാര്യം സിമ്പിൾ ആണ് കേട്ടോ. പറയുമ്പോൾ ക്ലിയർ ആയിക്കോളും. നോക്കാം. ഇനി ചില കേസസില് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഫിസിയോളജിക്കൽ ആയിട്ട് ചേഞ്ചസ് വരും, അല്ലെ? എന്താ പറയാ, ഫിസിയോളജിക്കൽ മീൻസ് അറിയാലോ, ശാരീരികമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകളോ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ അവർ കാണിക്കും, അല്ലെ? നമുക്കറിയാം, ക്രിട്ടിക്കല് സീരിയസ് ആയിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അവർ അനുഭവപ്പെടുന്നുണ്ട് അവർക്ക്, അല്ലെ? ഇപ്പൊ വളരെ നെഞ്ചുവേദന അങ്ങനെ ഭയങ്കര പെയിനൊക്കെ അനുഭവിക്കുന്ന പേഷ്യൻസും അവർക്ക് ഒരു ഫിസിയോളജിക്കൽ ആയിട്ട് ചേഞ്ചസ് വരും. അത് നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രോഗ്നോസിസ് ഓഫ് ദ പേഷ്യന്റിനെ നെഗറ്റീവ് ആയിട്ട് അഫക്ട് ചെയ്യും. മീൻസ് പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവചനം, മീൻസ് രോഗം കണ്ടുപിടിക്കാനും, അല്ലെ? പ്രവചിക്കാനും, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ട് അവരുടെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. സോ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ഇനിഷ്യേറ്റ് സേഫ് ട്രാൻസ്ഫർ. അതുകൊണ്ട്
അത്രയും സേഫ് ആയിട്ടുള്ള ട്രാൻസ്ഫർ രീതി ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഏത് രീതിയിലായിരിക്കണം ഇയാളെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് അത്ര നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് സേഫ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ഡിസിഷൻ ആണ് തീരുമാനിക്കേണ്ടത്. Then നോക്കാം, pre-transfer stabilization and preparation. ചൂസിങ് അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് ട്രാൻസ്ഫർ. അതായത് ഇത്തരത്തിലുള്ള ഓരോ പേഷ്യൻസിനും എത്തരത്തിലുള്ള പ്രീ ട്രാൻസ്ഫർ മീൻസ് നമുക്കറിയാം, ഇപ്പോ എന്താണ് പ്രീ ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഫോട്ടോഷൂട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. അതായത് മുൻപും അല്ലെങ്കിൽ ശേഷവും. മുൻപ് ട്രാൻസ്ഫർ, പ്രീ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ട്രാൻസ്ഫറിന് മുൻപ് സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെബിലൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് എന്താ പറയാ, ഒന്ന് ഉചിതമായിട്ടുള്ളത് ഏതാണോ ഉചിതമായിട്ടുള്ള ഒരു രീതി, ഏത് രീതിയിലാണോ ഉചിതമായിട്ട് നമ്മൾ ആളെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ്. ഏത് ട്രാൻസ്ഫർ മോഡാണ് ഉപയോഗിക്കേണ്ടത്, ട്രാൻസ്ഫർ മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ഒക്കെ അവയവദാനങ്ങൾക്കൊക്കെ കൂടുതലും ഏതായിരിക്കും ഉപയോഗിക്കുന്നത്, ഏത് ട്രാൻസ്പോർട്ട് രീതിയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ന്യൂസുകളിലും മറ്റും അങ്ങനെ കണ്ടു കാണും അല്ലെ. ഏത് രീതിയാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, നിങ്ങൾ ആരും കണ്ടിട്ടില്ല ഈ ട്രാൻസ്പ്ലാന്റേഷൻ, ഹൃദയം മാറ്റിവെക്കല് അങ്ങനെയുള്ളത്? ഓക്കെ, എയറോപ്ലെയിൻ, എയർ ട്രാൻസ്പോർട്ട് അല്ലേ കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആംബുലൻസിൽ അത് വളരെ ചുരുക്കമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. കൂടുതലും എയർ ട്രാൻസ്പോർട്ട് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത്? പെട്ടെന്ന് തന്നെ എത്താനായിട്ട് അല്ലെ. കാരണം ഈ ഹൃദയം ഫാസ്റ്റ് ആയിട്ട് എത്തണം. കാരണം ഹൃദയം മറ്റുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇത്ര മണിക്കൂറിനുള്ളിൽ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. സോ നമുക്ക് മറ്റു ആംബുലൻസിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ എന്തെങ്കിലും ട്രാഫിക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര ടൈമിൽ നമുക്ക് എത്താൻ സാധിക്കില്ല. സോ എങ്ങനെയാണ്, ഏതാണോ, അതാണ് ഞാൻ പറയുന്നത്, പേഷ്യന്റിന്റെ അവസ്ഥ എന്താണ് അതിനനുസരിച്ചിട്ടായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്ഫർ ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. ഇനി എന്തൊക്കെയാണ് മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് നോക്കാം കേട്ടോ. ദാറ്റ് ഈസ് എക്സാമ്പിൾ ആണ് land transfer or air transport, personnel going along with the patient, equipment and monitoring needed in the course of transfer. ഓക്കെ, അതായത് ഒന്നില്ലെങ്കിൽ ലാൻഡ് ട്രാൻസ്ഫർ യൂസ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ആംബുലൻസ് കാര്യങ്ങളും മറ്റു ലാൻഡ് ട്രാൻസ്പോർട്ട്. ദെൻ എയർ ട്രാൻസ്പോർട്ട്. എയർ ട്രാൻസ്പോർട്ട് മീൻസ് എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ എയറോപ്ലെയിനിൽ, ഹെലികോപ്റ്ററിലൊക്കെ ഈ കൂടുതലും ഓർഗൻ ട്രാൻസ്പ്ലാന്റിനാണ് കൂടുതലും എനിക്ക് തോന്നുന്നു എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ പേഴ്സണൽ ഗോയിങ് അലോങ് വിത്ത് പേഷ്യന്റ്. ഇനി വലിയ അത്ര ക്രിട്ടിക്കൽ അല്ലാത്ത സിറ്റുവേഷനിൽ സ്വന്തം വാഹനത്തിൽ തന്നെ എന്ത് ചെയ്യും, നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകാറുണ്ട്. ദെൻ എക്യുപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് നീഡഡ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ. എക്യുപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് നീഡഡ്. എക്യുപ്മെന്റും മോണിറ്ററിംഗ് ഉള്ള ആംബുലൻസുകൾ അവൈലബിൾ ആണ് അല്ലെ. ഇപ്പോ ഡി ലെവൽ ആംബുലൻസ് അല്ലെങ്കിൽ ICU ആംബുലൻസ്, വെന്റിലേറ്റർ ആംബുലൻസ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പിലായിട്ടുള്ള ആംബുലൻസുകൾ അവൈലബിൾ ആണ് അല്ലെ. സോ അങ്ങനെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ആ എക്യുപ്മെന്റ്സ് വിത്തുള്ള ആംബുലൻസ് ആയിരിക്കണം അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോ ഇത്രയുമാണ് എന്ന് പറയുന്നത് ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ രോഗിക്ക് ഏതാണോ അത്യാവശ്യം അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഏതാണോ ചെയ്യേണ്ടത് ആ ഒരു ട്രാൻസ്പോർട്ട് ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ലാസ്റ്റ് വൺ പറയുന്നത് finally the documentation and hand over the patient at the receiving facility. ഇനി നമ്മൾ ഒരു പേഷ്യന്റിനെ ലാസ്റ്റ് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു, വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതുവരെ അവിടെ എന്തൊക്കെ ട്രീറ്റ്മെന്റ്, ചിലപ്പോൾ ECG എടുത്തതാണ് അല്ലെങ്കിൽ എക്സ്റേ എടുത്തിട്ടുണ്ടാവും, എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ എല്ലാം റിസൾട്ടും ആ ഒരു ഡോക്യുമെന്റേഷനും നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഒരു ഡോക്യുമെന്റേഷൻസ് കൊടുത്തു വിടണം. രോഗിയുടെ ഒപ്പം എന്ത് ചെയ്യാൻ കൊടുത്തിട്ട് രോഗിയെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് അവര് നമ്മളെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ പേഷ്യന്റിനെ സ്വീകരിക്കില്ലേ? അപ്പോ ആ സമയത്ത് സ്വീകരിക്കുന്ന റിസീവിംഗ് ഫെസിലിറ്റി നഴ്സും അല്ലെങ്കിൽ നഴ്സസ് ഒക്കെ എപ്പോഴും സ്വീകരിക്കുന്നത്, അവർക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഡോക്യുമെന്റേഷൻ കൈമാറുക, ഹാൻഡ് ഓവർ ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് ഒരു ട്രാൻസ്ഫറിൽ ഓവറോൾ ആയിട്ട് ചെറിയൊരു എന്താ പറയുക ഒരു ഔട്ട്ലൈൻ പോലെ പറയുന്നത്. കോമൺ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഒരു ട്രാൻസ്ഫർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ കിട്ടിയോ ട്രാൻസ്ഫറിനെ കുറിച്ച്? കിട്ടിയോ? ഓക്കെ, എല്ലാവർക്കും കുഴപ്പമില്ലല്ലോ. മാക്സിമം ഞാൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ,
ഇന്ററും ഇന്ററായും മാറിപ്പോകരുത്. ഇന്റർ മാത്രം നിങ്ങളൊന്ന് പഠിക്കാം കേട്ടോ, മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഡെഫിനിഷൻ പോലെ പറഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നും അധികം കൊടുക്കണില്ല കേട്ടോ. ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നോക്കാം. ട്രാൻസ്ഫർ ഈസ് ഡിഫൈൻഡ് പേഴ്സണൽ ഗോയിങ് ടു അലോ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളുടെ സ്വന്തം വാഹനത്തിൽ പോകില്ലേ, അതായത് വലിയ ക്രിട്ടിക്കലൊന്നും അല്ലാത്ത അവസ്ഥയിലാണല്ലോ അങ്ങനെ പോകുന്നത്. നമ്മൾ കാറിനാണ് പോണെങ്കിൽ ഓക്കെ ഞങ്ങൾ തന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം, അവിടെ ഫെസിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ പോകാം. ഓക്കെ, ഇപ്പൊ ചില എന്തെങ്കിലും സ്പെഷ്യൽ ഡോക്ടറിനെ കാണണമെങ്കിൽ ആ ഡോക്ടർ അവിടെ അവൈലബിൾ അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ വാഹനത്തിലൊക്കെ തന്നെ പോകാറുണ്ട്. അതായത് ക്രിട്ടിക്കൽ സ്റ്റേജിൽ അല്ലാത്ത വരുന്ന അവസ്ഥയിൽ. ഓക്കെ, ക്ലിയർ ആയോ? Then definition നോക്കാം. Transfer is defined as preparing patient, completing requisite records and shifting patient to another department within the hospital or to another hospital or home. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിനെ എന്ത് ചെയ്യണം, പ്രിപ്പയർ ആക്കുകയാണ്. അയാളുടെ രോഗത്തിൽ നിന്നും അയാളെ മാറ്റിയെടുക്കാനായിട്ട് പ്രിപ്പയർ ആക്കുകയാണ്. Completing requisite records and shifting patient to another department. അല്ലെ, രോഗിയുടെ ആ റിക്വസൈറ്റ് എന്താണോ, രോഗിയുടെ അഭ്യർത്ഥന, ഇവിടെ അഭ്യർത്ഥന എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു രോഗാവസ്ഥ എന്താണോ അവരുടെ അഭ്യർത്ഥന, അതിലെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എന്ത് ചെയ്യും, മറ്റൊരു രോഗിയെ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയോ വിത്തിൻ ദ ഹോസ്പിറ്റൽ ഓർ അനദർ ഹോസ്പിറ്റൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിടും. തീരെ ആവശ്യമായിട്ടുള്ളവരൊക്കെ ഹോസ്പിറ്റലിൽ ഭയങ്കര കിടപ്പ് രോഗികളൊക്കെ എന്തെങ്കിലും വന്ന് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ വേറെ ഒന്നും ചെയ്യാനായിട്ട് ഉണ്ടാവില്ല, അത്യാവശ്യം പറഞ്ഞ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുത്തു കാണും. അപ്പൊ ഇനിയിപ്പോ വേറെ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ വീട്ടിലേക്ക് തന്നെ അയച്ചോളൂ, കൊണ്ടുപോയിക്കോളൂ എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ. അതായത് രോഗിയെ വെൽ ട്രീറ്റ്മെന്റിന് വേണ്ടി, തുടർ ചികിത്സ കിട്ടുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിനുള്ളിലെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഒരു ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, നമ്മൾ ഈ ഓൾമോസ്റ്റ് പറഞ്ഞ കാര്യം തന്നെയാണ്, ചെറിയൊരു ഡെഫിനിഷൻ പോലെ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, ഒരു കുഞ്ഞു പോർഷൻ ഞാൻ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് നമ്മൾ ആ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വെച്ചു, ദെൻ ഡെഫിനിഷൻ പറഞ്ഞു. ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആണോ? ആർക്കും ഒന്നും അറിയാത്തൊരവസ്ഥയില്ലാലോ? ക്ലിയർ ആയോ? ഇത് നമുക്ക് എക്സ്ട്രാ നോട്ട്സ് ഒന്നും വരുന്നില്ല, മാക്സിമം ഷോർട്ട് ആക്കിയിട്ടല്ലേ നമുക്ക് ഈ ഒരു പോയിന്റിൽ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേറെ നമുക്ക് അറിയാത്ത കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന്റെ സെപ്പറേറ്റ് നോട്ട്സ് തരും. ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു, ഷോർട്ട് ഫോമുകൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്തൊന്ന് എഴുതി വെക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എഴുതാം, ഇനി പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പഠിച്ചെടുക്കുക. എന്നാലും ഒന്ന് നോട്ട്ബുക്കിൽ നിങ്ങൾ ആ ഷോർട്ട് ഫോംസുകളൊക്കെ ഒന്ന് എഴുതി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ദെൻ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഫീഡ്ബാക്ക് നിങ്ങൾ തുറന്നു പറയാം. ഓക്കെ, ദെൻ ഇതുവരെ നമ്മൾ 3 ചാപ്റ്റർ. ഓക്കെ, ഡൗട്ട് ചോദിച്ചോളൂ. മാം, ഈ IPD എന്ന് പറയുന്നത് ഇൻഡോർ പേഷ്യന്റ് ആണോ അതോ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണോ? നമ്മള് ഇൻഡോർ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് IPD. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇൻഡോർ പേഷ്യന്റ് നമ്മള് ടോട്ടലായിട്ട് സെയിം തന്നെയാണ്, പക്ഷെ IPD ഉദ്ദേശിക്കുന്നത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കേട്ടോ വരുന്നത് മീനിങ്. അപ്പൊ അങ്ങനെ 2 ഓപ്ഷൻസ് വന്നാൽ എന്ത് ചെയ്യും മാം? നമുക്ക് ഇൻപേഷ്യന്റ് മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നായിരുന്നോ? ഇൻപേഷ്യന്റ് തന്നെയാണ് കേട്ടോ, കാരണം OPD IPD വരുന്നത്. OPD IPD. IPD മീൻസ് ഇൻപേഷ്യന്റും മറ്റേ OPD മീൻസ് ഔട്ട് പേഷ്യന്റ്, അങ്ങനെ തന്നെയാണ് കേട്ടോ ഇൻപേഷ്യന്റും ഔട്ട് പേഷ്യന്റും. ഇൻഡോർ ചേർത്ത് വന്നായിരുന്നു, ഇതിന്റെ ഫുൾ ഫോം ചോദിച്ചായിരുന്നു മോക്ക് ടെസ്റ്റില്. ഇൻഡോർ ആയിരുന്നു കൊടുത്തിരുന്നത്? അതെയായിരുന്നു. ഓക്കെ ഓക്കെ, ചെക്ക് ചെയ്യാട്ടോ. ഇൻപേഷ്യന്റ് എന്നാണ് തന്നെ പറയുന്നത് കേട്ടോ. ടെക്നിക്കലി എന്തെങ്കിലും ഇഷ്യൂ വന്നതായിരിക്കും, നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ നമ്മളിപ്പോ ഒരു ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് പറഞ്ഞത് ക്ലിയർ ആയോ നിങ്ങൾക്ക് എല്ലാവർക്കും? വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു പോർഷൻ അല്ലേ ഇൻട്രൊഡക്ഷൻ?
ഇനി നമുക്ക് പുതിയ കുറച്ചും കൂടി വരുന്നുണ്ട്. ഇനി ഓരോ ടൈപ്പ് ട്രാൻസ്ഫറുകളും അല്ലെങ്കിൽ കുറച്ച് പോർഷൻസ് വരുന്നുണ്ട്. അത് നമുക്ക് അറിയാത്ത ടേമുകളൊക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ ക്ലാസ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യാ, കഴിഞ്ഞിപ്പോ നമ്മള് 3 ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് അല്ലെ. ICU, പിന്നെ ഏതായിരുന്നു ഹോസ്പിറ്റൽ വാർഡ് ആൻഡ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. 3 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ 4th വൺ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് കഴിഞ്ഞ 3 ചാപ്റ്ററുകൾ എങ്ങനെയാണ്, മനസ്സിലായോ? അതിലെ വല്ല ബുദ്ധിമുട്ടുകളോ അങ്ങനെ മറ്റെന്തെങ്കിലും ഒട്ടും മനസ്സിലാവാത്തതോ അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ? അത്യാവശ്യം ഞാൻ ഒരു റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. മാക്സിമം ഓരോ ക്ലാസ്സും കഴിഞ്ഞ ക്ലാസ്സും റിപ്പീറ്റ് ചെയ്തതിന് ശേഷമാണ് എടുക്കാറുള്ളത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബോറായിട്ട് തോന്നാം, പക്ഷെ അത് ഇനി ക്ലാസ് കേൾക്കാത്തവരോ അവർക്കും കൂടി കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് പറയുന്നത് കേട്ടോ. 3 ചാപ്റ്റർ വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്റർ ആണ്. കുഞ്ഞു കുഞ്ഞു ചാപ്റ്ററുകളായിരുന്നു അല്ലെ, കുഴപ്പമൊന്നുമില്ലാലോ നിങ്ങൾക്ക്? ദെൻ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതനുസരിച്ച് പഠിച്ചിട്ട് വേണം നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കോപ്പി എടുത്ത് വെക്കാത്തവരാണെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിന്റെ കോപ്പി ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് നമ്മൾ എടുത്തത് വരെ നോക്കാം കേട്ടോ. ഓക്കെ, മനസ്സിലായി? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായത് കമന്റ് ഒക്കെ പറയുന്നത്. എക്സാം ഏത് ചോദിച്ചിട്ടുണ്ട്, എക്സാം നമുക്ക് ഇടാനുള്ള ടൈം നമുക്ക് കറക്റ്റ് നമ്മളുടെ ആ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമിന്റെ ഒരു ടൈം കിട്ടുവാണെങ്കിൽ നമുക്ക് എക്സാം നടത്താം. ഓക്കെ, വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ, നിങ്ങൾക്കിപ്പോ വേറെ മാക്സിമം നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണോ? വേറെ സൗണ്ട്സുകളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ ക്ലാസ്സില്? ക്ലിയർ അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? ഓക്കെയാണ്? ബാക്കി എല്ലാവരും ഓക്കെയാണോ? ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് മാക്സിമം മ്യൂട്ട് ചെയ്യാം. ലാസ്റ്റ് 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഈ കമന്റുകളൊക്കെ ഓരോരുത്തരെടുത്ത് നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നതൊക്കെ കഴിച്ചു. അതുപോലെ നല്ല രീതിയിൽ എന്ത് ചെയ്യാമോ നിങ്ങൾ ഫോളോ ചെയ്യാം. നിങ്ങൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഒരു ക്ലാസ് കേൾക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ഒക്കെ ചെയ്യാൻ പറ്റുമോ എക്സാമിന്? പിന്നെ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം ഓരോ ക്ലാസ്സിനായിട്ട്. കാരണം ഓരോ ടീച്ചേഴ്സും നിങ്ങൾക്ക് മാക്സിമം റിപ്പീറ്റ് ചെയ്തല്ല തരുന്നത് ആണോ? എല്ലാ ടീച്ചേഴ്സിന്റെയും ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളും മാക്സിമം അവര് 2 പ്രാവശ്യം വെച്ച് റിപ്പീറ്റ് ചെയ്ത് തരുന്നുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് വെക്കുന്നതിലൂടെ തന്നെ നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാനൊക്കെ സാധിക്കും. മോക്ക് ടെസ്റ്റുകളും ചെയ്യുന്നതിലൂടെ. ഓക്കെ, എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എല്ലാവരും? ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടോ മനസ്സിലാകാത്തുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സിനോട് തന്നെ ഫീഡ്ബാക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സില് ഇൻട്രൊഡക്ഷനും ഡെഫിനേഷൻ വരെ എടുത്തത് വരെ ഭംഗിയായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് വായിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, എടുത്തത് അത്ര കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am.